ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സർക്കുലർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. ഇപ്പോൾ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സർക്കുലർ മോഷനാണ്. അപ്പോൾ എന്താണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അത് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ. ഇപ്പോൾ ടയർ കറങ്ങുന്നത്, ഓക്കെ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? റൊട്ടേഷണൽ മോഷന് എക്സാമ്പിളാണ്. ഓക്കെ, ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് കറങ്ങും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇപ്പോൾ നമ്മൾ ഇനേഷ്യ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഇനേഷ്യ എന്ന് പറയും. റൊട്ടേഷണൽ മോഷനിൽ ഇനേഷ്യ അറിയപ്പെടുന്നതാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, അപ്പോൾ ഇനേഷ്യ ഇവിടെ സെയിം തന്നെയാണ്, പക്ഷേ ഇത് ഏത് മോഷനിലാണ്? റൊട്ടേഷണൽ മോഷനിലാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ റെപ്രസെൻറ്റഡ് ആസ് ഐ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇവിടെ എം മാസുള്ള ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യണം. അത് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് ആർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷനാണ് I = mr². m ഈസ് ദ മാസ് ആൻഡ് r ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? r. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ I = mr². അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അതിൻ്റെ യൂണിറ്റ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ, ദെൻ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ മീറ്റർ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യേൻ്റെ യൂണിറ്റ് ആണെന്ത്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ. Then kilogram meter square is the unit of moment of inertia. Then next, if the body is made up of large number of particles. ഇവിടെ മുകളിൽ പറഞ്ഞത് ഒരു മാസിൻ്റെ കേസിലാണ്. ഇനി വസ്തുവിൽ ഒന്നിൽ കൂടുതൽ മാസുകൾ അടങ്ങിയിട്ടുണ്ട് വിചാരിക്കാം. ദാറ്റ് ഈസ് M1 M2 M3 എക്സെട്ര അങ്ങനെ പോകുന്ന മാസുകൾ. അപ്പോൾ ഓരോന്നിക്കുള്ള അകലം R1 R2 R3 എക്സെട്ര അങ്ങനെ പോവാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ m1r1² പ്ലസ് m2r2² പ്ലസ് m3r3² പ്ലസ് എക്സെട്ര. അതായത് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഓരോന്നിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടിട്ട് എന്ത് ചെയ്യുക? സം ചെയ്യുക. ഓക്കെ, അതാണ് m1r1² പ്ലസ് m2r2². ഓക്കെ, അതായത് M1 M2 M3 അങ്ങനെ മാസുകളാണ്. അവയ്ക്കുള്ള ഡിസ്റ്റൻസാണ് എന്ത്? R1 R2 R3. അങ്ങനെയാണെങ്കിൽ I = ഒക്കെ പാടെ കൂട്ടുക. ദാറ്റ് ഈസ് I = സിഗ്മ MI/RI². അതതിനെ ചുരുക്കി എഴുതിയതാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താ? സമ്മേഷൻ. MI/RI², I എന്ന് പറഞ്ഞാൽ 1 2 3 അങ്ങനെ പോകും. അപ്പോൾ I 1 ആകുമ്പോൾ M1r1² പ്ലസ് M2r2². അതാണ് സിഗ്മ എന്നുള്ളത്, സമ്മേഷൻ എന്നാണ്. ഓക്കെ, കൂട്ടി കൂട്ടി പോവുക എന്നാണ്. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I = എന്തെഴുതാം? സിഗ്മ MI/RI², ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ദാറ്റ് ഈസ് I = mr². ദെൻ ഇറ്റ്സ് യൂണിറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താ ചോദിച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ദ പോയിൻറ്റ് വേർ ഓൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. ഇപ്പം നമ്മളൊരു വടി എടുക്കുകയാണ്, ഒരു നീളമുള്ള സ്കെയിൽ എടുക്കുകയെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്കത് അതിനെ ബാലൻസ്, നമ്മളൊരു വിരലിൽ അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ മാത്രമേ നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അതിന് കാരണം അവിടെയാണ് അതിൻ്റെ
സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള പോയിൻ്റ്, അതായത് മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റ് അവിടെയാണ്. ഓക്കെ, ദാറ്റ് പോയിൻ്റ് ഈസ് നോൺ ആസ് സെൻറ്റർ ഓഫ് മാസ്, ദ പോയിൻ്റ് വേർ ഓൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ദ പോയിൻ്റ് വേർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ്. അതായത് ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, അതിൻ്റെ ഒരു പോയിന്റിലായിരിക്കും ടോട്ടൽ എഫക്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ സിംഗിൾ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരേ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പോയിൻറ്റും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ പോയിൻറ്റും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, റെപ്രസെൻ്റ് ചെയ്യുന്ന കെ എന്നുള്ള ലെറ്ററാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒന്നിൽ കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ m1r1² + m2r2² എന്നങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ m1 m2 m3 അങ്ങനെ കുറേ പാർട്ടിക്കിൾ ഉള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ട, m1 m2 m3 എന്ന് കണ്ട. ഓക്കെ, കാരണം അതിൻ്റെ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഏത്, സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിക്കുള്ള ദൂരം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, ആക്സിസ് ഓഫ് റൊട്ടേഷന് സെൻറ്റർ ഓഫ് മാസിക്കുള്ള ദൂരം k ആയിട്ട് എടുക്കുകയാണെങ്കിൽ I = നമുക്ക് എന്തെഴുതാം, mr² എന്ന് നമ്മൾ നേരത്തെ എഴുതിയില്ലേ, അതിന് പകരം എന്തെഴുതാം, mk² എന്ന് എഴുതാം. ഓക്കെ, മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് മാസ് കിട്ടി, അപ്പോൾ m1 m2 m3 അങ്ങനെ ഓരോന്ന് കാണണ്ട, സെൻറ്റർ ഓഫ് മാസിക്കുള്ള ദൂരം നോക്കിയാൽ മതി. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിക്കുള്ള ദൂരം എന്തായിട്ട് എടുക്കുക, k. അപ്പോൾ I = എന്തെഴുതാം, mk² എന്ന് എഴുതാം. അപ്പോൾ ഇഫ് k ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു സെൻറ്റർ ഓഫ് മാസ്, ദെൻ I = mk². m എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഓഫ് ദ ബോഡി, ക്യാപിറ്റൽ ലെറ്റർ m ആണ് എടുക്കുന്നത് കാരണം മൊത്തം മാസ്. ഓക്കെ, ദാറ്റ് ഈസ് മാസ് ഓഫ് ദ ബോഡി. k ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ആ k എന്നുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് അപ്പോൾ I = mk² എന്ന് k² എന്തെഴുതാം, I/m എന്ന് എഴുതാം. ദെൻ k = √I/m. k കാണാനുള്ള ഇക്വേഷനാണെന്ത്, √I/m, റേഡിയസ് ഓഫ് ഗൈറേഷൻ. I എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ്. ഓക്കെ, m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡി. അപ്പോൾ യൂണിറ്റ് ഓഫ് k, അപ്പോൾ യൂണിറ്റ് എങ്ങനെ കിട്ടാം, k കാണാനുള്ള ഇക്വേഷൻ √I/m. അപ്പോൾ ഇക്വേഷൻ നോക്കേണ്ട ആവശ്യമില്ല. k എന്ന് പറഞ്ഞാൽ എന്താ, k ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു സെൻറ്റർ ഓഫ് മാസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ kൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, മീറ്റർ ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് ഓഫ് k ഈസ് മീറ്റർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് തിയറംസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. രണ്ട് തിയറംസ് ആണുള്ളത്, പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫലമായി യാതൊരു മാറ്റവും വരാത്ത വസ്തുക്കളെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിജിഡ് ബോഡി വിത്ത് മാസ് m, അപ്പോൾ പിക്ചറാണ് ശ്രദ്ധിക്കേണ്ടത്, മാസ് m ആണ്. cm എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് im. സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് എന്ത്, im ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തായിട്ട് എടുത്തു, im ആയിട്ട് എടുത്തു. അതിന് പാരലലായിട്ട് കടന്നു പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I ആയിട്ട് എടുത്തു. ഈ രണ്ട് ആക്സിസിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണെന്ത്, a. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു ദ ആക്സിസ് പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് പാരലലായിട്ട് എവിടെ കിടക്കുന്ന ആക്സിസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ദാറ്റ് ഈസ് I
ഈക്വൽ ടു കാണണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാൽ മതി, ഐ എം പ്ലസ് എം എ സ്ക്വയർ ചെയ്താൽ മതി. താഴെയുള്ള ഇക്വേഷൻ ഐ ഈക്വൽ ടു ഐ എം പ്ലസ് എം എ സ്ക്വയർ. അതായത് ഐ എം എന്ന് പറഞ്ഞാൽ എന്താ, സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. അപ്പോൾ നിങ്ങൾ പിക്ചർ വരയ്ക്കുക, പിന്നെ ഇക്വേഷനോട് എഴുതിയാൽ മതി ഐ ഈക്വൽ ടു ഐ എം പ്ലസ് എം എ സ്ക്വയർ. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ്, ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞാലും കുഴപ്പമില്ല. ഐ ഈക്വൽ ടു എന്ത് എഴുതാം, ഐ എം പ്ലസ് എം എ സ്ക്വയർ എന്ന് എഴുതാം. ഐ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്സിസ്, സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് പാരലായി കിടക്കുന്ന ഏതൊരു ആക്സിസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഐ എം പ്ലസ് പിന്നെന്താ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അതാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എന്താ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് എനി ആക്സിസ്, ഏതെങ്കിലും ഒരു ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഐ എം എന്ന് പറഞ്ഞാലോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് മാസ്. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡി, എ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. ഓക്കെ, ആക്സിസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് എ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുന്നത് പ്ലാനാർ ഒബ്ജക്റ്റിലാണ്. അതായത് പ്ലെയിൻ ലാമിന എന്നാണ് അതിന് പറയുക, പരന്ന പ്രതലത്തിൽ. ഇപ്പോൾ ഇവിടെ 3 ആക്സിസ് കാണിച്ചിട്ടുണ്ട്, എക്സും വൈയും സെഡും. എക്സിൻ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ എക്സ്, വൈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ വൈ, സെഡ് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ സെറ്റ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അതായത് 3ൻ്റെയും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും കടക്കുന്നത് ആ പ്ലെയിനിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു ടേബിൾ കൺസിഡർ ചെയ്യാം, ഒരു പരന്ന പ്രതലമാണല്ലേ. ആ പ്ലെയിനിൽ ആ ടേബിളിൽ തന്നെ കിടക്കുന്ന 2 ആക്സിസാണ് എക്സും വൈയും. ഇനി ആ ടേബിളിൻ്റെ പ്രതലത്തിന് പെർപെൻഡിക്കുലറായിട്ട് കിടക്കുന്നതാണ് സെഡ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ സെഡ് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ കിടക്കുന്ന 2 ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ സം ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. എക്സ് ആൻഡ് വൈ ആൻഡ് എക്സ് വൈ ആൻഡ് സെഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ്. 3ഉം പരസ്പരം എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണം. ദെൻ എക്സ് ആൻഡ് വൈ ലൈങ് ഓൺ ദ പ്ലെയിൻ, എക്സും വൈ എന്തായിരിക്കണം, പ്ലെയിനിൽ തന്നെ കിടക്കണം. ആൻഡ് സെഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, സെഡ് എന്താണ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെഡ് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് 2 ആക്സിസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ദെൻ നെക്സ്റ്റ് വൺ, moment of inertia of a ring about an axis through its center and perpendicular to its plane. ഇനി അടുത്ത് നമ്മൾ കാണുന്ന എന്താണ്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിങ്, ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ, അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ റിങ് പറഞ്ഞാൽ എന്താ, റിങ്ങിൻ്റെ പ്രത്യേകത, റിങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മോതിരത്തിന് റിങ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വള. ഓക്കെ, വളയൊക്കെ എന്താണ്, ഒരു റിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ റിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഉൾഭാഗത്തൊന്നും ഉണ്ടാവില്ല, എൻ്റെ ഭാഗത്ത് മാത്രം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസ്, അപ്പോൾ പിക്ചറിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അതിന് സെൻറ്ററിലൂടെ കടന്നു പോകും, അതായത് ഈ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളൊരു വള ആലോചിക്കുക, അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആ വളയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. ആ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് കാണുന്നത്. അപ്പോൾ എം ഈസ് ദ മാസ് ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ റിങ്. ക്യാപിറ്റൽ ലെറ്റർ എം ആണ് എടുക്കുന്നത്, എം ഈസ് ദ മാസ്. അപ്പോൾ പിക്ചറിൽ സ്മാൾ ലെറ്റർ എം കാണിച്ചത് വേറെയാണ്, ഞാൻ പറഞ്ഞുതരാം. എം ഈസ് ദ മാസ് ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ റിങ്. കൺസിഡർ എ സ്മാൾ എലമെൻറ്റ് ഓഫ് മാസ് എം ഓഫ് ദ റിങ്. ആ റിങ്ങിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കുക, അതിൻ്റെ മാസ് എന്തായിട്ട് എടുക്കുക, സ്മാൾ ലെറ്റർ എം ആയിട്ട് എടുക്കുക. അപ്പോൾ ആ ചെറിയ എമ്മിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മളെങ്ങനെ കാണാം, ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. അപ്പോൾ എം ഇവിടെ എന്താ, സ്മാൾ ലെറ്റർ എം, ആ ചെറിയ മാസിൻ്റെ.
ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇറ്റ്സ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഈക്വൽ ടു എന്ത് എഴുതാം? എം ആർ സ്ക്വയർ എന്ന് എഴുതാം. ദ മൊമെൻറ്റ് എം ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്നാണ്. ദ എം ഐ അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് ഈക്വൽ ടു, അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഇവിടെ എന്താ സിഗ്മ എം ആർ സ്ക്വയർ എന്ന് വന്നു. എന്താ സിഗ്മ എം ആർ സ്ക്വയർ വന്നു വെച്ചാൽ ഈ ഇങ്ങനെ കുറേ മാസുകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതെന്തായി മാറും? റിങ്ങായി മാറും. അപ്പോൾ ഓരോന്നിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വെച്ച് നമ്മൾ കൂട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞു M1R1² പ്ലസ് M2R2² പ്ലസ് എക്സെട്ര അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? സിഗ്മ എം ആർ സ്ക്വയർ എന്ന് ചെയ്താൽ മതി. ഒക്കെ ഒരേ പ്രാവശ്യം. അപ്പോൾ R1 എഴുതണ്ട, കാരണം റേഡിയസ് എല്ലാതിനും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് സിഗ്മ എം. അതായത് സിഗ്മ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ മാസം കൂട്ടി എന്തിൻ്റെ മാസം കിട്ടുക? റിങ്ങിൻ്റെ മാസം. റിങ്ങിൻ്റെ മാസം എന്തിന് ഈക്വല? ക്യാപിറ്റൽ എം. അപ്പോൾ സിഗ്മ എം ഈക്വൽ ടു എന്ത് എഴുതാം? എം ക്യാപിറ്റൽ എം എന്ന് എഴുതാം. ദെൻ ഐ ഈക്വൽ ടു, ഇനി സിഗ്മ നേടണ്ട, സിഗ്മ എം നമ്മൾ കണ്ടുവച്ചു എന്താണ്? ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എം ആർ സ്ക്വയർ. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ എം ആണ് രണ്ടും, എമ്മും ആറും, എം ആർ സ്ക്വയർ. ഓക്കെ. അതാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് ആൻ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റിംഗ് എടുക്കുന്നു, ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും മാസും റേഡിയസുമാണ്. ഇനി അതിലൊരു ചെറിയൊരു എം എടുക്കുന്നു, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എം ആർ സ്ക്വയർ. ഇനി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിംഗ് കാണണമെങ്കിൽ അതിനാണ് സമ്മേഷൻ നടത്തിയാൽ മതി. അപ്പോൾ സമ്മേഷൻ സിഗ്മ എം മാത്രം കാണാം, സിഗ്മ ആർ കാണണ്ട. സിഗ്മ ആർ എന്താണ്? ആറ് മാറുന്നില്ല. സിഗ്മ എം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എം കിട്ടും. ഓക്കെ. ദെൻ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. ക്യാപിറ്റൽ ആണ് എഴുതേണ്ടത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് എബൌട്ട് എ ഡയമീറ്റർ. ഓക്കെ. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടു വെച്ചത് എന്താണെന്നുള്ളത് അറിയണം. അതായത് റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ. അതാണ് എം ആർ സ്ക്വയർ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് എബൌട്ട് എ ഡയമീറ്ററാണ്. ഇപ്പോൾ ഡയമീറ്റർ എന്താ നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു റിങ് എടുത്തു, അതിൻ്റെ രണ്ട് ഡയമീറ്റർ നമ്മളെടുത്തു, എ ബിയും സി ഡിയും. അപ്പോൾ ഈ എ ബിയും സി ഡിയും പരസ്പരം പെർപെൻഡിക്കുലറാണ്. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഈ എ ബിയും സി ഡിയും എവിടെയാണ്? ഈ പ്ലെയിനിൽ തന്നെ, അതായത് ആ റിങ്ങിൻ്റെ പ്ലെയിനിൽ തന്നെ കിടക്കുന്ന രണ്ട് പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സാണ് എ ബി ആൻഡ് സി ഡി. അപ്പോൾ രണ്ടും ഒരേ റിങ്ങിൻ്റെ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്തെന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എ ബി ആൻഡ് സി ഡി ആർ ടു ഡയമീറ്റേഴ്സ് ഓഫ് ദ റിംഗ് വിത്ത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ. രണ്ടിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ എന്തായിട്ടെടുത്തു? ഐ ആയിട്ടെടുത്തു. അപ്പോൾ നമ്മളിതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ തൊട്ട് മുന്നേ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? എം ആർ സ്ക്വയർ ആണ്. അതായത് ഇതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ രണ്ട് ഡയമീറ്ററിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പഠിച്ചിട്ടുണ്ട്. പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂട്ടിക്കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൻ്റെ എന്ത് കിട്ടും? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടുന്നു. അപ്പോൾ ഇവിടെ എ ബിയും സി ഡിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? തൊട്ട് മുന്നേ കണ്ടുവച്ച ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടണം. ദാറ്റ് ഈസ് എം ആർ സ്ക്വയർ എന്ന് കിട്ടണം. ഏതനുസരിച്ച്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അനുസരിച്ച്. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അനുസരിച്ച് ഐ എക്സ് പ്ലസ് ഐ വൈ എന്തിന് ഈക്വലാണ്? ഐ സെഡിന് ഈക്വലാണ്. ഇവിടെ ഐ എക്സും ഐ വൈയും എന്താണ്? എ ബി ആൻഡ് സി ഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ഐ. അപ്പോൾ ഐ എക്സിന് പകരം എന്ത് എഴുതി? ഐ വൈക്ക് പകരം എന്ത് എഴുതി? ഐ ഈക്വൽ ടു ഐ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ഏത്? നമ്മളിപ്പോൾ ഈ കണ്ടുവച്ച ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. അപ്പോൾ ഐ സെഡിൻ്റെ എന്താ വരിക? എം ആർ സ്ക്വയർ. അപ്പോൾ ഐ പ്ലസ് ഐ ഈക്വൽ ടു എന്തെഴുതാം? എം ആർ സ്ക്വയർ. ദെൻ 2i ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഐ പ്ലസ് ഐ എന്തായി? 2i. ദെൻ ഐ ഈക്വൽ ടു 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തെഴുതാം? 1/2. അപ്പോൾ ഹാഫ് എം ആർ സ്ക്വയർ അല്ലെങ്കിൽ എം ആർ സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് എബൌട്ട് എ ഡയമീറ്റർ. കാണാനുള്ള ഇക്വേഷനാണ്
I equal to half mr square. Then next one, moment of inertia of the ring about a tangent. Moment of inertia of a ring about a tangent. അപ്പോൾ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ എൻഡിലൂടെ കടന്നു പോകുന്ന തൊട്ട് പോകുന്ന ലൈനിനെയാണ് എന്ത് പറയുന്നത്, ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ ബി ആണെന്ത്, ടാൻജൻറ്റ്. എ ബി ഈസ് ദ ടാൻജൻറ്റ് ഓഫ് ദ റിംഗ്. സി ഡി ഈസ് ദ ഡയമീറ്റർ. ഇപ്പോൾ സി ഡി പറഞ്ഞാൽ എന്താണ്, ഡയമീറ്റർ. അപ്പോൾ സി ഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചു. കാരണം ഡയമീറ്ററിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ് എന്ത്, ഹാഫ് എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. സി ഡി ഇവിടെ എന്താണ്, ഡയമീറ്ററാണ്. ഓക്കെ, അപ്പോൾ എ ബി ടാൻജൻറ്റും സി ഡി എന്താണ്, ഡയമീറ്റർ. അപ്പോൾ എ ബിക്ക് പാരലൽ ആയിട്ടാണ് സി ഡി കിടക്കുന്നത്. അപ്പോൾ ഏത് തിയറാവും അപ്ലൈ ചെയ്യുക, പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, അപ്പോൾ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എ ബിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണാം, അതായത് ടാൻജൻറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണാം. അപ്പോൾ ഐ ഈക്വൽ ടു ഐ എം പ്ലസ് എം എ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ഈക്വൽ ടു ഐ എം പ്ലസ് എം എ സ്ക്വയർ. അപ്പോൾ ഐ ഈക്വൽ ടു ഐ എം എന്ന് പറഞ്ഞാൽ ഏതാ, സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഇവിടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഏതാ, ഡയമീറ്റർ. ഡയമീറ്ററിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഏതാ, ഹാഫ് എം ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഐ എമ്മിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഹാഫ് എം ആർ സ്ക്വയർ പ്ലസ് എം എ സ്ക്വയറിന് പകരം എം എം എന്നെ എക്ക് പകരം എന്ത് കൊടുക്കുക, എ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ആക്സിസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസാണ്. അതിവിടെ എന്തിന് ഈക്വലാണ്, റേഡിയസിന് ഈക്വലാണ്. അപ്പോൾ എ ഈക്വൽ ടു എന്ത് എഴുതാം, ആർന്ന് എഴുതാം. അപ്പോൾ ഐ ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ എന്ന് വരും. ഹാഫ് എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എം ആർ സ്ക്വയർ കൂടെ അര എം ആർ സ്ക്വയർ കൂട്ടില്ലേ, അപ്പോൾ 1.5 എം ആർ സ്ക്വയർ വരും. 1.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3/2. അപ്പോൾ ഐ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 3/2 എം ആർ സ്ക്വയർ എന്ന് എഴുതാം. ഐ ഈക്വൽ ടു 3/2 എം ആർ സ്ക്വയർ. ദാറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് എബൌട്ട് എ ടാൻജൻറ്റ്. ടാൻജൻറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ നമ്മൾ രണ്ട് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി, കിട്ടും. ഏതൊക്കെ കിട്ടും, ടാൻജൻറ്റിൻ്റെയും കിട്ടും, ഡയമീറ്ററിൻ്റെയും കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം ഡയമീറ്റർ കാണാം. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ടാൻജൻറ്റിൻ്റെയും പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ of a circular disc about an axis passing through the center and perpendicular to its plane. Important ആണ്. Moment of inertia of a circular disc about an axis passing through the center and perpendicular to its plane. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ അതേ ഹെഡിങ് ആണ്. അവിടെ റിംഗ് ആണ്, പക്ഷെ ഇവിടെ എന്താണ്, ഡിസ്ക്കാണ്. അപ്പോൾ റിങ്ങും ഡിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം, റിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വള ആലോചിച്ചാൽ മതി, എൻഡ് ഭാഗത്ത് മാത്രമേ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഡിസ്ക് അങ്ങനെയല്ല, എല്ലാ ഭാഗത്തും എന്തുണ്ടാവും, മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡിസ്കസ് ത്രോ അല്ലെങ്കിൽ സി ഡി ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ്, കംപ്ലീറ്റ് എന്താണ്, മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പിക്ചർ നോക്കുക, ആ വലുത് പുറമുള്ള വലിയ വട്ടം അതാണ് ഡിസ്കിനെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ മാസാണ്, ഡിസ്കിൻ്റെ മാസാണ് എം, റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഈ ഡിസ്കിൻ്റെ അകത്ത് എക്സ് റേഡിയസ് ഉള്ള ഒരു റിങ് കൺസിഡർ ചെയ്യാം. അതാണ് ആ ഡാർക്കൺ ചെയ്തിട്ടുള്ളത് റിങ്ങാണ്. അതിൻ്റെ റേഡിയസ് ആണ് എക്സ്. അപ്പോൾ ആ റിങ്ങിൻ്റെ അറ്റത്തുള്ള ആ വിടുത്തുണ്ടല്ലോ, അതാണ് നമ്മൾ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഡി എക്സ് ഈസ് എ സ്മാൾ പോർഷൻ. ഓക്കെ, ആ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിടുത്തായിട്ട് എടുക്കുക, വീതി. ശ്രദ്ധിക്കുക, എം മാസ് ഉള്ളതും എം ആർ റേഡിയസും ഉള്ള എന്ത് ചെയ്തു, ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, എക്സ് റേഡിയസും ഡി എക്സ് വിടുത്തുള്ള ഒരു റിങ് എടുത്തു. ഇനി ഇങ്ങനെ കുറേ റിങ് ഇങ്ങനെ സെൻറ്റർ മുതൽ ഓരോ റിങ് ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ വെക്കുക. അതായത് ഒരു റിങ് അതിൻ്റെ വലിയ റിങ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതെന്തായി മാറും, ഡിസ്ക്കായി മാറും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അത് ഡിസ്കിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, എം ഈസ് ദ മാസ് ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ഡിസ്ക്.
Imagine the disk is made up of a large number of rings. Consider such a ring of radius x and width dx. ഓക്കെ, എം മാസും ആർ റേഡിയസ് ഉള്ള ഡിസ്ക് എടുത്തു. പിന്നെ എക്സും ഡി എക്സ് എക്സ് റേഡിയസും വിഡ്ത്ത് ഡി എക്സ് ഉള്ളൊരു റിങ് എടുത്തു. ഓക്കെ, ആദ്യം ഡിസ്ക് പിന്നെ അതിൻ്റെ അകത്തൊരു റിങ് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാസ്, ഇനി അതിൻ്റെ ഡെറിവേഷനാണ് ശ്രദ്ധിക്കുക. ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക്, ഡിസ്കിൻ്റെ ടോട്ടൽ മാസ് എന്താണ്? എം. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഡിസ്ക്. അപ്പോൾ ഡിസ്കിൻ്റെ ഏരിയ എങ്ങനെ കാണാം? പൈ ആർ സ്ക്വയർ ആണ്. ആർ ക്യാപിറ്റൽ ലെറ്റർ ആണ്, അതായത് ഡിസ്കിൻ്റെ റേഡിയസ്. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ എങ്ങനെ വരിക? എം ബൈ പൈ ആർ സ്ക്വയർ. മൊത്തം ഏരിയ പൈ ആർ സ്ക്വയർ ആണെങ്കിൽ യൂണിറ്റ് ഏരിയയിൽ എത്ര മാസ് ഉണ്ടാവും? എം ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ. ഓക്കെ, ദെൻ ഏരിയ ഓഫ് ദ റിങ്. ഇനി റിങ് ആണ് നോക്കുന്നത്. ഏരിയ ഓഫ് ദ റിങ്, റിങ്ങിൻ്റെ ഏരിയ. അപ്പോൾ റിങ്ങിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഡാർക്കൺ ചെയ്ത ഭാഗത്തുള്ളതാണ് റിങ്ങിൻ്റെ ഏരിയ. അപ്പോൾ റിങ്ങിൻ്റെ ചുറ്റളവ് എങ്ങനെ കാണാം? 2πr ആണ്. വിഡ്ത്ത് എത്ര ഉണ്ട്? dx. അപ്പോൾ ആറിന് പകരം ഇവിടെ എന്താ? എക്സ്. അപ്പോൾ ഏരിയ ഓഫ് ദ റിങ് എന്ത് വരും? 2πx dx എന്ന് വരും. 2πx എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവായി, dx അതിൻ്റെ വിഡ്ത്തും. അപ്പോൾ 2πx dx എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, ആ കറുത്ത ഭാഗം പിക്ചറിലുള്ള ഡാർക്കണ്ട് ഏരിയ. അപ്പോൾ മാസ് ഓഫ് ദ റിങ്, അപ്പോൾ നമ്മൾ യൂണിറ്റ് ഏരിയയിൽ ഡിസ്കിൽ എത്ര മാസ് ഉണ്ട്? എം ബൈ പൈ ആർ സ്ക്വയറാണ്. റിങ്ങിനാകെ എത്ര ഏരിയ ഉള്ളൂ? 2πx dx. അപ്പോൾ റിങ്ങിൻ്റെ മാസ് എന്താ വരിക? 2πx dx ഇൻറ്റു എം ബൈ പൈ ആർ സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പൈയും ക്യാൻസൽ ചെയ്തിട്ട് 2x dx എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പം ഇനി അടുത്ത് നമ്മൾ, അപ്പോൾ മാസ് കിട്ടി, റിങ്ങിൻ്റെ മാസ് കിട്ടി. ഏതിനനുസരിച്ച്? ഡിസ്കിൻ്റെ അകത്തുള്ള റിങ്ങിൻ്റെ മാസ് നമുക്ക് കിട്ടി. അപ്പോൾ മാസ് കിട്ടിയ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിങ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, എം ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ എം എന്താണ് ഇവിടെ? എം ആണ് ഇപ്പം നമ്മൾ കണ്ടച്ച് 2x dx എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയറിന് പകരം ഇവിടെ എന്താ? ആറ്. റിങ്ങിൻ്റെ റേഡിയസ് എന്താണ്? എക്സ് ആണ്. അപ്പോൾ എം ആർ സ്ക്വയറിൽ എം നമ്മൾ തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ആർ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കുക? എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അതിലെന്തായി? എക്സ് ക്യൂബ് എന്നായി. എം മുന്നിലേക്ക് എഴുതി. അപ്പോൾ ദെൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2m എക്സ് ക്യൂബ് ഡി എക്സ് ബൈ ആർ സ്ക്വയർ. ഇതെന്താണ്? റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ചെയ്യുന്നത് ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക് ചെയ്യുക, പിന്നെ പെർ യൂണിറ്റ് ഏരിയ എന്തായി? എം ബൈ പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് റിങ് കാണുക, 2πx dx ആണ്. അതിന് ഈ തൊട്ട് മുകളിലത്തെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റിങ്ങിൻ്റെ മാസ് കിട്ടും. റിങ്ങിൻ്റെ മാസ് കിട്ടിക്കഴിഞ്ഞാൽ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ എം ആർ സ്ക്വയർ ആണ്. എം ആണ് ഇപ്പോൾ ഈ 2x dx എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ റേഡിയസ് ആയിരുന്നു അല്ലേ. ഇവിടുത്തെ റേഡിയസ് എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ 2xൽ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് 2m. എം മുന്നിലേക്ക് എഴുതി. എക്സ് ക്യൂബ് ഡി എക്സ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിങ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് ആണ്. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിസ്ക് കാണണമെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സെൻറ്റർ മുതൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ റിങ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതെന്തായി മാറും? ഡിസ്ക്കായി മാറും. അപ്പോൾ ചെറുതിൽ നിന്ന് നമ്മൾ വലുതിലേക്ക് എത്തിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ്റഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഏത് മുതൽ വെക്കണം? 0 മുതൽ 6 വരെ, അതായത് ഡിസ്കിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ 6 ആണ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിങ്ങുകൾ വെക്കണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ്, അതാണ് ആ ചിഹ്നം. ഇൻ്റഗ്രേറ്റ് 0 to r. ഇപ്പോൾ നമ്മൾ കിട്ടിയ സാധനത്തിന് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ മാത്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇപ്പോൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേഷൻ പഠിക്കുക. അപ്പോൾ ആ ചിഹ്നത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് 0 to r. ഇനി ആ ഇക്വേഷൻ അവിടെ കൊടുക്കുക. 2m എക്സ് ക്യൂബ് ഡി എക്സ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ 2 പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും മാറ്റം വരില്ല. എം ക്യാപിറ്റൽ ലെറ്റർ എം പറഞ്ഞാൽ ഡിസ്കിൻ്റെ മാസാണ്, അതിനും മാറ്റം വരില്ല. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ, അതിനും മാറ്റം വരില്ല. ദെൻ ഇൻ്റഗ്രേറ്റ് 0 to r. ഏതിന് മാറ്റം ചെയ്താൽ മതി? എക്സ് ക്യൂബ് ഡി എക്സിന് ചെയ്താൽ മതി.
ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ സീറോ ടു ആർ എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു 4/4 എന്നാണ് വരിക. എക്സ് സ്ക്വയറിനെയാണ് ചെയ്യുന്നതെങ്കിലോ ഒന്നാണ് കൂട്ടിയിട്ട് അതുകൊണ്ടാണ് അരിക്കുക ചെയ്യുക. അതായത് എക്സിനെ ചെയ്യുന്നെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. എക്സ് സ്ക്വയറിനെയാണ് ചെയ്യുന്നതെങ്കിൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. എക്സ് റൈസ് ടു അതായത് എക്സ് ക്യൂബിനെ ചെയ്യുന്നെങ്കിൽ എക്സ് റൈസ് ടു 4/4 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ക്യൂബിനെയാണ് ചെയ്യുന്നത്. അതിനൊരു റൂളൊക്കെ ഉണ്ട്. അപ്പോൾ മാത്സിൽ നിങ്ങൾ കൃത്യമായി ഇൻറ്റഗ്രേഷൻ പഠിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ് ക്യൂബിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എക്സ് റൈസ് ടു 4/4 ആണ്. അപ്പോൾ എക്സ് ക്യൂബ് ഡി എക്സിന് പകരം നമ്മൾ എന്താ എഴുതഞ്ഞ് എക്സ് റൈസ് ടു 4/4. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെ മാറുന്നത് 0 to 6 വരെയാണ്. അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കുക 6 ആണ് കൊടുക്കുക. 0 കൊടുത്തിട്ട് കാര്യമില്ല, 0 കൊടുക്കണം. പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്നില്ല, ആവശ്യമില്ല. ദെൻ 6 ആണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ക്യൂബിന് പകരം എന്തായി എക്സ് റൈസ് ടു 4/4 ആയില്ലേ. ആ എക്സ് റൈസ് ടു 4ന് എക്സിൽ എന്ത് കൊടുക്കുക 6 ആണ് കൊടുക്കുക. അപ്പോൾ 2m/r². എക്സ് റൈസ് ടു 4ന് 6 കൊടുക്കുമ്പോൾ r റൈസ് ടു 4/4. അപ്പോൾ ഏതൊക്കെ വെട്ടിപ്പോവും 2 4 വെട്ടിയിട്ട് 1/2. r റൈസ് ടു 4/r² എന്താവും r². ദെൻ I ഈക്വൽ ടു എന്താണ് ½ mr². ആരെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യന് ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഡിസ്കിൻ്റെ ഏത് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഓക്കെ. അപ്പോൾ ഒരു ഡിസ്ക് അതിനകത്ത് റിങ് കൺസിഡർ ചെയ്തു, റേഡിയസ് എക്സ്, അതിൻ്റെ വിഡ്ത്ത് dx. അപ്പോൾ അത് വെച്ച് സോൾവ് ചെയ്യുക, ദെൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. പിന്നെ r റൈസ് ടു 4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. എന്നിട്ട് വെട്ടിയിട്ട് 1/2 mr². ഓക്കെ. അതാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക് എബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ആൻഡ് perpendicular to its plane. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇനിയുള്ളത് സിമ്പിളാണ്, കാരണം നമ്മൾ റിങ്ങിൽ ചെയ്ത അതേ തന്നെ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് എബൌട്ട് എ ഡയമീറ്റർ. ഇപ്പോൾ ഡയമീറ്ററിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണണം ഏതിൽ ഡിസ്കിൽ. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ രണ്ട് ഡയമീറ്റേഴ്സ് AB ആൻഡ് CD ആർ 2 ഡയമീറ്റേഴ്സ് ഓഫ് ദ ഡിസ്ക് വിത്ത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അനുസരിച്ച് IX + IY എന്തിന് ഈക്വലാവണം IZ. അപ്പോൾ രണ്ടും ഡയമീറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു സെയിം ആയിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ദാറ്റ് ഈസ് I + I ഈക്വൽ ടു IZ. ഇവിടെ എന്താ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സസ്, ഇവിടെ ഡിസ്ക് ആയതുകൊണ്ട് അതാണ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുള്ളത് ½ mr². അപ്പോൾ I + I എന്തിന് ഈക്വലാവണം ½ mr² ഈക്വലാവണം. ദാറ്റ് ഈസ് 2I ഈക്വൽ ടു ½ mr². ദെൻ I ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം I ഈസ് ഈക്വൽ ടു 1/4 mr². അതായത് 2 ഇങ്ങോട്ട് താഴത്തേക്ക് പോരും, അവിടെ ഓൾറെഡി 1/2 ഉണ്ട്. അപ്പോൾ 2 × 2 4. ദാറ്റ് ഈസ് I ഈക്വൽ ടു 1/4 mr². ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് എ ടാൻജൻറ്റ്. അപ്പോൾ ടാൻജൻറ്റ് നമ്മൾ റിങ്ങിൻ്റെ കണ്ടു. അതേപോലെ AB എന്താ AB ഈസ് ദ ടാൻജൻറ്റ് ഓഫ് ദ ഡിസ്ക്, CD ഈസ് ദ ഡയമീറ്റർ. അപ്പോൾ രണ്ട് ആക്സിസ് കിട്ടിയില്ലേ, ഒന്ന് ടാൻജൻറ്റും ഒന്ന് ഡയമീറ്ററും. അതിന് പരസ്പരം പാരലലാണ്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം I ഈക്വൽ ടു IM + MA². ഓക്കെ. ദെൻ I ഈക്വൽ ടു I എന്ന് പറഞ്ഞത് സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസ്. ഇവിടെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ഏതാ CD. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസ് CD ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും ഡയമീറ്ററിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ദാറ്റ് ഈസ് 1/4 mr² പ്ലസ് MA². M അതന്നെ എക്ക് പകരം ഇവിടെ എന്ത് വരും ആക്സിസുകൾ തമ്മിലുള്ള അകലം 6 ആയതുകൊണ്ട് mr². അപ്പോൾ ഇവിടെ എന്താണ് ഒരു mr² കൂടെ 1/4 mr² കൂട്ടുകയാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എന്താ വരിക 1/4 mr² വരും. അതാണ് എന്ത് 5/4 mr². ഓക്കെ. ദെൻ I ഈസ് ഈക്വൽ ടു 5/4. 5ന് 4 കൊണ്ട് ഹരിച്ചാൽ 1/4 കിട്ടും. ഓക്കെ. ദെൻ I ഈസ് ഈക്വൽ ടു 5/4 mr². ഓക്കെ. ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് എ ടാൻജൻറ്റ്. അപ്പോൾ ഈ ഭാഗം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മൊമെൻ്റ് ഇത് മൊത്തം ഒരു കണ്ടിന്യൂഷനുള്ളതാണ് കേട്ടോ. അതായത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അറിയണം, എന്നാലേ അതിൻ്റെ ബാക്കിയൊക്കെ അറിയുള്ളൂ. I ഈക്വൽ ടു mr², സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ദെൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ. രണ്ട് തിയറംസ് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം,
അപ്പോൾ റിങ് അറിഞ്ഞാലേ നമുക്ക് ഡിസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ I ഈക്വൽ ടു mr², ദെൻ ഡയമീറ്ററിലും ടാൻജൻറ്റും, പിന്നെ ഡിസ്ക്. അപ്പോൾ ഡിസ്ക്കാണ് നമ്മൾ ചെയ്ത് പഠിക്കാനുള്ളത്, കാരണം ഇൻറ്റഗ്രേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, x³ ഇൻറ്റഗ്രേഷനാണ് x⁴/4. എക്സിന് പകരം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? ആറാണ് നമ്മൾ വേരിയേഷൻ അല്ലേ, റേഡിയസ് ആണ് വേരിയേറ്റ് ചെയ്ത് മാക്സിമം അവസാനം ആറിലെത്തുന്നത്. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. അപ്പോൾ r⁴/4 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയാണ്. ദെൻ ഓക്കെ, താങ്ക് യു.